ഹലോ ഗുഡ് ഈവനിങ് മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിനിൻ്റെ പാർട്ട് 2 ആണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓക്സ്ബോ ലേക്സിനെയും മിയാൻഡേഴ്സിനെയൊക്കെ പറ്റി പഠിച്ചു, ബ്രഹ്മപുത്ര പ്ലെയിനിനെയൊക്കെ പറ്റി പഠിച്ചു. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, പേജ് നമ്പർ 37 ആണ്. സോ അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ നമ്മൾ 3 സോണാക്കി ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 3 സോണുകളെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ബാബർ, മറ്റത് തരായ്, പിന്നെ അലൂവിയൽ പ്ലെയിൻസ്. അപ്പോൾ എന്താണ് ഈ ബാബർ എന്ന് നമുക്ക് നോക്കാം. ബാബർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നാരോ ബെൽറ്റ് അപ്രോക്സിമേറ്റ്ലി 8 to 10 കിലോമീറ്റർ വൈഡ് റണ്ണിങ് പാരലൽ ടു ദ ശിവാലിക് മൗണ്ടൻ റേഞ്ച് അറ്റ് ദ ബ്രേക്കപ്പ് ഓഫ് ദ സ്ലോപ്പ്. അതായത് വേറെ ഒന്നുമല്ല, ഈ ബാബർ എന്ന് പറയുന്ന ഒരു ഏരിയ ഈ മാപ്പിൽ നിങ്ങൾ നോക്കിക്കോ, ഞാൻ പിക്ചർ ഇട്ടേക്കാം. ഈ ഒരു സ്ഥലം കണ്ടല്ലോ, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് പെബിൾസും അതായത് കുഞ്ഞു കല്ലുകളെല്ലാം കൂടെ വന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇതുവഴി വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ ഇതൊരു നാരോ ആയിട്ടുള്ളൊരു ഏരിയയാണ്. നാരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടുങ്ങിയ ഒരു സ്ഥലമാണെന്ന് പറയാം. പക്ഷേ തീരെ ഇടുങ്ങിയെന്നല്ല, ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 8 to 10 കിലോമീറ്ററാണ്. അപ്പോൾ ബാക്കിയുള്ള ഈ താരായിനെയും അലൂവിയൽ പ്ലെയിൻസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ബാബർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എന്താണ്, ഒരു 8 to 10 കിലോമീറ്റർ വീതി മാത്രമേ ഉള്ളൂ. ആ ഒരു രീതിയിൽ എന്താണ്, കുറച്ച് നാരോ ആണ്. പിന്നെ ഇവിടെ നമ്മളിത് ഒഴുകുന്നത് എവിടെയാണ്, ശിവാലിക് മൗണ്ടൻ റേഞ്ചിൻ്റെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ശിവാലിക് മൗണ്ടൻസിൻ്റെ പാരലായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഒഴുകി വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സൗത്ത് ഓഫ് ദ ശിവാലിക് മൗണ്ടൻ റേഞ്ച് അലോങ് ഇറ്റ്സ് ഫുട്ട് ഹിൽസ്. അത് മാത്രമല്ല ഇതെവിടെയാണ് ഉള്ളത്, ശിവാലിക് മൗണ്ടൻ റേഞ്ചിൻ്റെ ഫുട്ട് ഹിൽസിലാണ്. ഫുട്ട് ഹിൽസിൽ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ താഴത്തെ അല്ലേ, നമ്മൾ ഈ ഫുട്ട് ഹിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ പാദം, ഫുട്ട് എന്ന് പറഞ്ഞാൽ പാദമാണ്. അപ്പം ഈ ശിവാലിക് മൗണ്ടൻ റേഞ്ചിൻ്റെ തുടക്കത്തിലാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത്, ഈ ബാബർ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നത്. ആൻഡ് ഇത് സൗത്തിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു സോൺ, ദിസ് സോൺ ഈസ് formed by the deposition of rocks and boulders brought by rivers flowing from the mountains. അപ്പോൾ ഈ ഒരു സ്ഥലം ഉണ്ടായത് എങ്ങനെയാണ്, ഞാൻ പറഞ്ഞു കുറേ കല്ലുകളെല്ലാം കൂടി വന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബാബർ എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഈ റിവറിൽ കൂടെ ഒഴുകി വരുന്ന കുറേ റോക്കുകളും ബോൾഡേഴ്സ് എന്ന് പറഞ്ഞാലും ഈ കല്ലുകൾ തന്നെയാണ്. അപ്പോൾ ഈ കല്ലുകൾ നിങ്ങൾ ഈ കണ്ടു കാണും, ഈ റിവറിൽ കൂടെയൊക്കെ ഒഴുകി വരുന്ന പാറക്കല്ലുകൾ പോലത്തെ ഇല്ലേ. അപ്പോൾ ഈ കല്ലുകളും അതുപോലെ ഒരുപാട് റോക്സും എല്ലാം കൂടെ ഒഴുകി വന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഈ ഒരു ഏരിയയിൽ അടിഞ്ഞുകൂടും, ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെ വരുന്ന ഈ ഒരു ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് മൗണ്ടൻ റീജിയൻസിലായിരിക്കും എന്ത് കാണുന്നത്, ഈ ബാബർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ റിവേഴ്സ് ആർ നോട്ട് വിസിബിൾ ആസ് ദേ ഫ്ലോ ബിനീത്ത് ദ റോക്സ് ആൻഡ് ബോൾഡേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു റിവർ മെയിനായിട്ട് കാണാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ പാറകളെല്ലാം ഒഴുകി വന്ന് അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ റിവർ സാധാരണ എന്ത് ചെയ്യും, ഇതിൻ്റെ അടിയിലൂടെ ആയിരിക്കും, ഈ റോക്കിൻ്റെയും ബോൾഡേഴ്സിൻ്റെ അടിയിലൂടെയാണ് ഒഴുകി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇതൊരു റിവറാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. കറക്റ്റ് ബാബർ റീജിയൻ്റെ പിക്ചർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 8 to 10 കിലോമീറ്റർ വീതിയിലാണ് ഇത് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കല്ലുകളാണ് അല്ലേ, റോക്സും ബോൾഡേഴ്സും ആണ് ഈ പിക്ചറിന് അത് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ അടിയിലൂടെ എന്തൊഴുകും, റിവേഴ്സ് ഒഴുകിക്കൊണ്ട് പോകും. ഇനി താരായ് എന്ന് പറയുന്നത് ഒരു മാർഷി ആൻഡ് സ്വാംബി ട്രാക്റ്റാണ്. അതായത് നനവുള്ള പ്രദേശത്തിനെയാണ് ഈ മാർഷി അല്ലെങ്കിൽ സ്വാംബി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു നനഞ്ഞ ഒരു പ്രദേശമാണ് ഈ ഒരു താരായ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 10 to 20 കിലോമീറ്ററോളം ഇതിൻ്റെ വീതിയുണ്ട്. ആൻഡ് ഇത് ബാബർ ബെൽറ്റിന് പാരലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നദി ഒഴുകിക്കൊണ്ട് പോകുന്നത്. The rivers that disappear in the Babar region re-emerge in this area. അപ്പോൾ നമുക്ക് ബാബർ റീജിയനിൽ ഡിസപ്പിയർ ആയ, അതായത് നമുക്ക് കല്ലുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ആ ഒരു റിവേഴ്സ് എല്ലാം ഈ ഒരു താരായിലെത്തുമ്പോഴേക്കും ഇത് എന്ത് ചെയ്യും, അവിടെ വന്ന് ഉയരും. ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിവേഴ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു ഏരിയയിലെ മറ്റൊരു പ്രത്യേകത എന്താണ്, ഇറ്റ് ഹാസ് ലക്ഷൂറിയസ് ഗ്രോത്ത് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് സെർവ്സ് ആസ് എ ഹാബിറ്റാറ്റ് ഫോർ വേരിയഡ് വൈൽഡ് ലൈഫ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് മരങ്ങളും അല്ലേ, ഒരുപാട് വൈൽഡ് ലൈഫ് അനിമൽസും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരുപാട് അനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ വളരാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന സ്ഥലവും കൂടെയാണ് എന്തെന്ന് പറയുന്നത്, ഈ താരായ് എന്ന് പറയുന്ന സ്ഥലം. ഇനി നമ്മൾ നോക്കുന്നത് അലൂവിയൽ പ്ലെയിൻസിനെ പറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ താരായുടെ സൗത്തിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്താണ് ഒരു ബെൽറ്റ് കാണാം. ബെൽറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു ഏരിയ കാണാം. ഈ ഏരിയയിൽ ഒരുപാട് ഓൾഡർ ആൻഡ് ന്യൂവർ അലൂവിയൽ ഡെപ്പോസിറ്റ്സ്, അതായത് ഈ നദിയിൽ നിന്ന് തന്നെ ഒഴുകി വന്നിട്ടുള്ള കുറേ തരികളായിട്ടുള്ള അല്ലേ, നമ്മൾ പഠിച്ചു എങ്ങനെയാണ് അലൂവിയൽ പ്ലെയിൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനൊക്കെ ഉണ്ടായെന്ന് പഠിച്ചു. അപ്പോൾ ഈ
തരികളായിട്ടുള്ള ഈ കല്ലുകളും അതുപോലെ തന്നെ കുഞ്ഞു മണലുകളും ഇതെല്ലാം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, അടിഞ്ഞുകൂടും. അവിടെ പഴയ ഡെപ്പോസിറ്റുകളും ഉണ്ട്, അതുപോലെ പുതിയ ഡെപ്പോസിറ്റുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ പഴയതും പുതിയതുമായിട്ടുള്ള അലൂവിയൽ ഡെപ്പോസിറ്റുകളെല്ലാം കൂടെ ചേർന്നാണ് എന്തുണ്ടാവുന്നത്, അലൂവിയൽ പ്ലെയിൻ ഉണ്ടാവുന്നത്. അങ്ങനത്തെ ഓൾഡർ അലൂവിയത്തിനെ നമ്മൾ വിളിക്കുന്നത് ബംഗാർ എന്നും ന്യൂവർ വണ്ണിനെ ഖാദർ എന്നും വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് താഴത്തെ ഒരു പിക്ചറുണ്ട്, ഫിഗർ 2.14 ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു ഹിമാലയത്തിൽ നിന്നും റിവേഴ്സ് എല്ലാം ഒഴുകി അത് കല്ലെല്ലാം കൊണ്ടുവന്ന് ബാബറായി. ആ ബാബർ എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്നും പിന്നെ അതെങ്ങോട്ടാണ് പോകുന്നത്, താരായി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ എന്താണ്, മാർഷി ആൻഡ് സ്വാമ്പി ആയിട്ടുള്ള ഏരിയ ആണ്. അവിടെ ഒരുപാട് വെജിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. അവിടെ നിന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാണ്, അലൂവിയൽ പ്ലെയിനിലോട്ടാണ്. അപ്പോൾ അലൂവിയൽ പ്ലെയിനിൽ നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് ഇത് കാണാൻ പറ്റും അല്ലേ, ബംഗാറും ഖാദറും. അതിൽ ബംഗാർ എന്താണെന്ന് പഠിച്ചു, ഓൾഡർ അലൂവിയം ആണെങ്കിൽ ഖാദർ എന്ന് പറയുന്നത് പുതുതായിട്ട് ഉണ്ടായ അലൂവിയമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു അലൂവിയൽ പ്ലെയിനിനെ പറ്റി പഠിക്കുന്നത്. ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണ്, ഇതിനകത്ത് ഒരുപാട് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമുകളുണ്ട്. അതായത് മണ്ണ് എല്ലാം കൂടെ അടിഞ്ഞുകൂടി ഇങ്ങനെ പല ഭൂമി അല്ലെങ്കിൽ ഭൂപ്രകൃതി ഉണ്ടാകുന്നുണ്ട്, ലാൻഡ് ഫോമുകൾ ഉണ്ടായി വരുന്നുണ്ട്. ഇതിൽ ഓരോന്നിൻ്റെയും പേരുകൾ ഞാൻ വായിച്ചു തരാം, അതിൻ്റെ കൂടെ പിക്ചേഴ്സും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. റിവറൈൻ ഐലൻഡ്സ്, സാൻഡ് ബാർസ്, ഡെൽറ്റാസ്. ഇതിൽ ഡെൽറ്റാസ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ റിവറൈൻ ഐലൻഡും സാൻഡ് ബാർസിനെയും പറ്റി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വെൻ റിവേഴ്സ് ഫ്ലോ ത്രൂ പ്ലെയിൻസ് ദെയർ വെലോസിറ്റി ആൻഡ് ഡെപ്ത് ആർ കമ്പാരിറ്റീവ്ലി ലോ. അല്ലെ, ഈ റിവേഴ്സ് എല്ലാം ഈ പാടത്തൂടെ പോകുന്ന സമയത്ത്, അതായത് മലയിൽ നിന്നും താഴോട്ട് വരുമ്പോൾ നല്ല വേഗത്തിലായിരിക്കും. ഇത് ഈ പാടത്തിലേക്ക് കയറുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി, വേഗത കുറയും, ഇതിൻ്റെ ആഴം കുറയും. അങ്ങനെ ദ സെഡിമെൻറ്റ്സ് ബ്രോട്ട് ബൈ റിവേഴ്സ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഫോമിങ് ഐലൻഡ്സ് ഇൻ റിവർ ചാനൽസ്. അല്ലേ, അപ്പോൾ അതാണ് റിവറൈൻ ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഒഴുകിക്കൊണ്ട് വരുന്ന ഈ മണ്ണും തരികളും എല്ലാം കൂടെ റിവേഴ്സിൻ്റെ സൈഡിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതൊരു ഐലൻഡ് പോലെ ആവും. ഐലൻഡ് അറിയാമല്ലോ, ഒരു മണ്ണുള്ള ഒരു ഏരിയ, അതിന് ചുറ്റും വെള്ളം അല്ലേ. അപ്പോൾ അതിനാണ് എന്തെന്ന് പറയുന്നത്, ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് റിവറൈൻ ഐലൻഡ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് റിഡ്ജസ് എലോങ് ദെയർ സൈഡ്സ് ഈസ് ലീവ്സ്. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ സൈഡിലുള്ള വക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലീവ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. റിഡ്ജസ് എന്ന് വെച്ചാൽ വക്കുകളാണ്. അതുപോലെ ലീനിയർ ലാൻഡ് ഫോംസ് ഫോംഡ് ബൈ സെഡിമെൻറ്റ്സ് ഇൻക്ലൂഡിങ് സാൻഡ്, സിൽറ്റ് ആൻഡ് ഗ്രേവൽ എലോങ് റിവർ ബെഡ്സ് ആർ കോൾഡ് സാൻഡ് ബാർസ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള പല മണ്ണും, അതുപോലെ സിൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ തരികളാണ്, അതുപോലെ ഗ്രേവലും കുഞ്ഞു തരികളാണ്. ഇതെല്ലാം കൂടെ ഉണ്ടാവുന്ന ഒരു റിവർ ബെഡ് എന്ന് വിളിക്കാം. റിവർ ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നദീതടം എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഇതുപോലെ ഒരു നദീതടമാണ് എന്തെന്ന് പറയുന്നത്, സാൻഡ് ബാർസ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് എക്സാമിനില്ല, ബട്ട് അത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. അലൂവിയൽ പ്ലെയിനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ മണ്ണുകൾ കൊണ്ട് അടിയുന്ന പല സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്ന് റിവറൈൻ ഐലൻഡ് ആണ്, സാൻഡ് ബാർസ് ആണ്, ഡെൽറ്റാസ് ഉണ്ട്. ഡെൽറ്റാസ് നിങ്ങൾ പഠിക്കുന്നുണ്ട് അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഡെൽറ്റാസ് എന്താണെന്ന്. അതുപോലെ ബ്രെയ്ഡഡ് സ്ട്രീംസ്, മിയാൻഡേഴ്സ്, ഓക്സ്ബോ ലേക്സ് തുടങ്ങിയതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ ഇതിൽ ബ്രെയ്ഡഡ് സ്ട്രീംസ് കണ്ടോ, ഇതാണ് ബ്രെയ്ഡഡ് സ്ട്രീംസ് എന്ന് പറയുന്നത്. ഇനി മിയാൻഡേഴ്സും ഓക്സ്ബോ ലേക്കും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമ്മൾ 2.14 പിക്ചറിനകത്ത് വീണ്ടും അവർ നോക്കാൻ പറയുകയാണ്, നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. സോ അതൊക്കെയാണ് നോർത്തേൺ ഇന്ത്യൻ പ്ലെയിനിൻ്റെ ഒരു പ്രൊഫൈൽ, സൈഡ് പ്രൊഫൈൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. സോ ഇവിടെ ഒരു ചോദ്യമുണ്ട്, വിച്ച് വൺ ഓഫ് ദ ജോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ഏത് പ്ലെയിനിലാണ്, നമ്മൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിനെ 2-3 ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതിൽ ഏത് പ്ലെയിനിലാണ് ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറിന് പറ്റുന്നത് എന്നുള്ള ചോദ്യത്തിന് വേറെല്ല ഉത്തരം ഗംഗാ പ്ലെയിനാണ് ഏറ്റവും സ്യൂട്ടബിൾ. കാര്യം അവിടെ ഒരുപാട് അലൂവിയൽ സോയിലുണ്ട്, അതുപോലെ നല്ല വെള്ളത്തിൻ്റെ സപ്ലൈ കിട്ടും, അതുപോലെ ക്ലൈമറ്റ് നല്ലതാണ്, അതുപോലെ അവിടുത്തെ ലാൻഡ് എങ്ങനെയാണ്, വലിയ ഉയരവും താഴവും നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലവുമാണ്. സോ അതാണ് അതിൻ്റെ ഉത്തരം. ഇനി എന്താണ് ഞാൻ ഡെൽറ്റ എന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡെൽറ്റ എന്താണെന്ന് നോക്കിയോ, ഇത് എക്സാമിനില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്ക്. വെൻ ദ റിവർ നിയേഴ്സ് ദ റിവർ മൗത്ത് ത്രൂ ദ പ്ലെയിൻസ് ദ വെലോസിറ്റി ഓഫ് ദ റിവർ ഡിക്രീസസ്. അല്ലേ, അപ്പോൾ ഈ റിവർ മൗത്തിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലേ, റിവർ മൗത്ത് എന്ന് വെച്ചാൽ റിവറിൻ്റെ അവസാനം. അപ്പോൾ റിവറിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് റിവറിൻ്റെ കുറയും, വേഗത കുറയും.
അങ്ങനെ മോസ്റ്റ് റിവർ ബ്രാഞ്ചസ് ഔട്ട് ഇൻ ടു ഡിസ്ട്രിബ്യൂട്ടറീസ് അറ്റ് ദിസ് സ്റ്റേജ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇതിങ്ങനെ ഒഴുകി വന്നിട്ട് എന്താണ് പല പല വേരുകളായിട്ട് മാറുന്നത് പോലെ, അല്ലെങ്കിൽ പല പല ബ്രാഞ്ചുകളായിട്ട് എന്ത് ചെയ്യാണ് ആ റിവർ അങ്ങ് മാറുകയാണ്. വേർ ദ വോളിയം ഓഫ് ബോത്ത് വാട്ടർ ആൻഡ് സെഡിമെൻറ്റ്സ് ഈസ് ഹൈ, ദ സെഡിമെൻറ്റ്സ് ബ്രോട്ട് ബൈ ദ റിവർ ആർ ഡെപ്പോസിറ്റഡ് ബിറ്റ്വീൻ ദീസ് ഡിസ്ട്രിബ്യൂട്ടറീസ് ഫോമിങ് ഓൾമോസ്റ്റ് ട്രയാങ്കുലർ ഷേപ്ഡ് ലാൻഡ് ഫോംസ് കോൾഡ് ഡെൽറ്റാസ്. അല്ലേ, അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ വേഗത കുറയുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഇവിടെ കൊണ്ടുവരുന്ന ഇത് വെള്ളം ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ഈ ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ സെഡിമെൻസുകളെല്ലാം എന്ത് ചെയ്യും, റിവറിൻ്റെ 2-3 സൈഡുകളിലായിട്ട് ഇങ്ങനെ എന്താണ് ഫോം ചെയ്തിട്ട് ഇതൊരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ, അല്ലെങ്കിൽ നമ്മളെ മാത്സിൽ പഠിക്കുന്ന ഡെൽറ്റ ഷേപ്പ് പോലെ എന്ത് ചെയ്യുകയാണ്, ഫോം ചെയ്യുകയാണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡെൽറ്റാസ് എന്ന് വിളിക്കുന്നത്. സോ അടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, ഐഡൻറ്റിഫൈ ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ലാൻഡ് ഫോംസ് വിച്ച് ആർ ഫോംഡ് ഡ്യൂ ടു ദ ഡെപ്പോസിഷണൽ പ്രോസസ് ബൈ റിവേഴ്സ്. അല്ലേ, അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഈ ഒരു റിവർ വഴി ഡെപ്പോസിഷണൽ പ്രോസസ്സ് നമ്മൾ പഠിച്ചതാണ്. ഡെപ്പോസിഷണൽ പ്രോസസ്സ് എന്ന് വെച്ചാൽ റിവർ കാരണം നമ്മളെ കല്ല്, മണ്ണ് തുടങ്ങിയതൊക്കെ വന്ന് അടിഞ്ഞുകൂടുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് ഡെപ്പോസിഷണൽ പ്രോസസ്സ് എന്ന് പഠിച്ചു. അപ്പോൾ ഈ ഒരു ഡെപ്പോസിഷണൽ പ്രോസസ്സ് കാരണം എന്തൊക്കെ ലാൻഡ് ഫോംസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ച ഉത്തരങ്ങളാണ്. അലൂവിയൽ ഫാൻസ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡെൽറ്റാസ് പഠിച്ചു. തൊട്ട് മുമ്പേ തന്നെ നമ്മൾ സാൻഡ് ബാർസിനെ പറ്റി പഠിച്ചു. അതുപോലെ ഓക്സ്ബോ ലേക്കിനെ പറ്റി പഠിച്ചു. നാച്ചുറൽ ഡാംസ് ഉണ്ടാകുന്നതും എങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തറിയാൻ പറ്റുന്നത്, അലൂവിയൽ പ്ലെയിൻസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ നോർത്തേൺ പ്ലെയിനിൻ്റെ ക്ലൈമറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ദ ക്ലൈമറ്റ് എക്സ്പീരിയൻസ്ഡ് ഇൻ എ റീജിയൻ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ആസ് ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ് ഇൻ ഇൻഫ്ലുവൻസിങ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് സച്ച് ആസ് നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, ഹ്യൂമൻ ലൈഫ്, സോയിൽ, അഗ്രികൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ ദാറ്റ് പർട്ടിക്കുലർ റീജിയൻ. അല്ലേ, അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു മരങ്ങൾ, നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മരങ്ങളായാലും അതുപോലെ വൈൽഡ് ലൈഫ് ജീവജാലങ്ങളായാലും സോയിലായാലും ഒരു അഗ്രികൾച്ചറിൽ നിന്നും കിട്ടുന്ന പ്രോഡക്ട്സുകളായാലും ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ ക്ലൈമറ്റ് നന്നായിരിക്കണം. നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മൾ ജമ്മു കാശ്മീരിലാണ് ആപ്പിൾ ഓറഞ്ചും ഉള്ളത്. കാര്യം എന്താണ്, അവിടെയാണ് ഈ തണുത്ത ക്ലൈമറ്റ് ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ട്രീസും വൈൽഡ് ലൈഫും അതുപോലെ നാച്ചുറൽ വെജിറ്റേഷനും. ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ഈ ക്ലൈമറ്റിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലൈമറ്റ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ആക്ച്വലി ഇന്ത്യയിലെ തന്നെ മെയിനായിട്ടുള്ള ക്ലൈമറ്റുകൾക്ക് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ഏരിയയിലെ മാത്രം ക്ലൈമറ്റ് വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സോ സമയങ്ങളിൽ ആദ്യം തന്നെ നമുക്ക് പോവാം. കോൾഡ് വെതർ സീസൺ. അല്ലേ, കോൾഡ് വെതർ സീസൺ എന്താണ് എന്ന് നമുക്ക് നോക്കാം. കോൾഡ് വെതർ സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്കറിയാം കോൾഡ് വെതർ സീസൺ എപ്പോഴാണ് ഉണ്ടാകുന്നത്, മിഡ് നവംബറിലാണ് എന്ത് ചെയ്യുന്നത്, നോർത്ത് ഇന്ത്യയിൽ. അല്ലേ, നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് നവംബറിലാണ് ഈ ഒരു സീസൺ സ്റ്റാർട്ടാവുന്നത്. ആൻഡ് ഡിസംബറും ജാനുവരിയും ആയിരിക്കും ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആൻഡ് എക്സസീവ് കോൾഡ്. അല്ലേ, അപ്പം അവിടെ ഒരുപാട് തണുത്ത മാസങ്ങൾ മാത്രമല്ല വളരെയധികം തണുപ്പും എവിടെ അനുഭവപ്പെടാൻ തുടങ്ങും, ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ അനുഭവപ്പെടാൻ തോന്നും. അപ്പം ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺസ് എന്തുകൊണ്ടാണ് ഇത്രയും തണുപ്പ് അല്ലെങ്കിൽ കോൾഡ് വെതർ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ മാത്രം വരുന്നത്, നമ്മളിവിടെ അങ്ങനെ വരുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ അത്രയും നോർത്ത് ഇന്ത്യൻ പോലെ അല്ലെങ്കിൽ ഹിമാലയം പോലെയൊന്നും എന്ത് ചെയ്യുന്നില്ല, അത്രയും തണുപ്പ് വരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അവിടെ ഇത്രയും തണുക്കാനുള്ള കാരണമെന്ന് നോക്കാം. മേജർ പോർഷൻ ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ഓഷ്യൻസ് റിസൾട്ടിങ് ഇൻ എ കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ്. അല്ലേ, അപ്പോൾ നമുക്കറിയാം കടലിൽ നിന്നും ഒരുപാട് അകലെയാണ് നമ്മുടെ നോർത്ത് എന്ന് പറയുന്നത്. ഹിമാലയ ആയാലും നമ്മുടെ ആ ഒരു ഭാഗത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലില്ല, നമ്മളിവിടെയൊക്കെ കടലുണ്ട്. അപ്പം ഈ കടലില്ലാത്തത് കൊണ്ടാണ് ആക്ച്വലി ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഒരുപാട് തണുപ്പ് അനുഭവപ്പെടാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയിൽ. ഇനി എന്താണ് ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യും, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഈ ഒരു കാരണത്താൽ കടലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുകയാണ്, ഒരു കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ് ആണ് അവിടെ രൂപപ്പെട്ട് വരുന്നത്. അതാണ് ആദ്യത്തെ റീസൺ. ഇനി രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോഫോൾ ഇൻ ദി നിയർ ബൈ ഹിമാലയൻ റേഞ്ചസ് കോൺട്രിബ്യൂട്ട്സ് ടു സ്ട്രോങ് കോൾഡ് വേവ്സ്. അല്ലേ, അപ്പം ഹിമാലയൻ മലനിരകളിൽ നമ്മൾ ആദ്യം പഠിച്ചു ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ഹിമാലയൻ മലനിരകളിൽ എന്താണ് ഒരുപാട് മഞ്ഞ് വീഴ്ചയുണ്ട്. ഈ മഞ്ഞ് വീഴ്ച ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് തണുത്ത കാറ്റുകൾ തുടങ്ങിയതൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു പ്രദേശത്തോട്ട് കിട്ടുകയും ചെയ്യും.
ഇനി കോൾഡ് വിൻഡ്സ് ഫ്രം വെസ്റ്റ് ഏഷ്യ കോസ്റ്റ് ഫ്രോസ്റ്റ് ഫോഗ് ആൻഡ് കോൾഡ് വേവ്സ് ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പം വെസ്റ്റ് ഏഷ്യയിൽ, വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഗുജറാത്തിൽ നിന്നും കുറേ കൂടെ റൈറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യയുടെ റൈറ്റ് ഭാഗത്തേക്ക് ആ സ്ഥലത്ത് നിന്നും എന്ത് വരും, തണുത്ത കാറ്റ് വരും. ഈ തണുത്ത കാറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് എന്താണ്, ഫ്രോസ്റ്റ് ഉണ്ടാക്കും. ഫ്രോസ്റ്റ് അറിഞ്ഞുകൂടാത്തവർ ഞാൻ പിക്ചർ കൊടുത്തേക്കാം. പിന്നെ ഫോഗ്, മഞ്ഞ്, അതുപോലെ തന്നെ കോൾഡ് വേവ്സ്, തണുത്ത കാറ്റൊക്കെ ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ വെസ്റ്റേൺ പാർട്ടിൽ എന്ത് ചെയ്യും, കിട്ടും. അതാണ് മറ്റൊരു റീസൺ. The apparent movement of the sun from the northern hemisphere towards the southern hemisphere adds to the cold condition. അല്ലേ, നമുക്കറിയാം സൂര്യൻ എന്ത് ചെയ്യും, സൂര്യൻ ഓരോ കാലഘട്ടത്തും ഓരോ സ്ഥലത്ത് കറങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ആക്ച്വലി ഇവിടെ എന്താണ് ഈ ചൂടും തണുപ്പും തുടങ്ങിയ സീസണൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു സൂര്യൻ്റെ മൂവ്മെൻറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പോകുമെന്നാണ് പറയുന്നത്, ഫ്രം ദ നോർത്തേൺ ഹെമിസ്ഫിയർ ടു ദ സദേൺ ഹെമിസ്ഫിയർ, അല്ലെ, നോർത്തിൽ നിന്നും സൗത്തിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതൽ തണുപ്പ് രേഖപ്പെടുത്താൻ കഴിയുന്നത്. സോ അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഈ ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി ഒന്നും കൂടെയുണ്ട്. ഡ്യൂറിങ് ദ കോൾഡ് വെതർ സീസൺ നോർത്തേൺ പ്ലെയിൻ റിസീവ്സ് സ്ലൈറ്റ് റെയിൻഫോൾ. അല്ലെ, ഇനി കോൾഡ് വെതർ സീസൺ ആകുമ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ എന്താണ്, മഴവെള്ളമെല്ലാം എന്താണ്, കുറച്ചായിട്ട് മാത്രമേ അവർക്ക് എന്ത് കിട്ടത്തുള്ളൂ, മഴയൊക്കെ ലഭിക്കത്തുള്ളൂ. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഹോട്ട് വെതർ സീസൺ. അപ്പോൾ ഹോട്ട് വെതർ സീസൺ എന്താണ്, ഹോട്ട് വെതർ സീസണിൽ എന്താണ്, ഈ ഒരു സമ്മർ സീസൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഏപ്രിൽ, മെയ്, ജൂണ് തുടങ്ങിയ കാലഘട്ടത്താണ് സമ്മർ സീസൺ എന്ന് പറയുന്നത്. ആൻഡ് നമുക്കിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ, സമ്മർ സീസണിൽ നമ്മൾ അനുഭവിച്ച ചൂടും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമുക്കിവിടെ ഒരു മാർച്ച്, ഏപ്രിൽ ആ ഒരു കാലഘട്ടത്താണെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഏപ്രിൽ, മെയ്, ജൂൺ കാലഘട്ടത്തൊക്കെയാണ് അവിടെ എന്തുണ്ടാവുന്നത്, ഹോട്ട് വെതർ സീസൺ ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി സിവിയർ, വളരെയധികം ചൂടായിരിക്കും കേട്ടോ. എത്ര ചൂടാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഒരു മെയ് മാസമൊക്കെ ആവുന്ന സമയത്ത് 48 ഡിഗ്രി വരെ എന്ത് ചെയ്യാറുണ്ട്, ചൂട് കൂടാറുണ്ടെന്നാണ് പറയുന്നത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ. നമുക്കൊന്നും അത്രയും അനുഭവപ്പെട്ടിട്ടില്ല. നമ്മൾ ഏതാണ് പാലക്കാടൊക്കെ അത്രയും വന്നിട്ടുണ്ട്, ഒരു 43, 44 വരെ. നമുക്കൊക്കെ ആക്ച്വലി ഒരു 36, 37 ഇതിലൊക്കെയാണ് നമ്മൾ നിന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ 48 ഡിഗ്രിയാണ്, വളരെയധികം ചൂടാണ്. അത് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യവും കൂടെ പഠിക്കാനുണ്ട്. എന്താണ് ലൂ എന്ന് പറയുന്നത്? ഹോട്ട്, ഡ്രൈ ആൻഡ് ഒപ്രസീവ് വിൻഡ് ബ്ലോസ് ഫ്രം ദ ഡെസേർട്ട് റീജിയൻ ഓഫ് രാജസ്ഥാൻ ടു ദ ഗംഗാ പ്ലെയിൻ ഇൻ ദ മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ. ദിസ് വിൻഡ് ഈസ് കോൾഡ് ലൂ. അപ്പോൾ ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുട്ടുപഴുത്ത അല്ലെങ്കിൽ നല്ല ചൂടായിട്ടിരിക്കുന്ന വിൻഡുകളെയാണ്. ആ വിൻഡ് എന്ന് പറയുന്നത് ഒരു ഒപ്രസീവ് വിൻഡാണ്. ഒപ്രസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചൂടാണ്, അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമോ ഒന്നുമില്ല. അത് നമ്മളെ എന്ത് ചെയ്യും, വളരെ അൺകംഫോർട്ടബിളൊക്കെ ആക്കാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് വിൻഡാണ്. ഈ വിൻഡ് എവിടെ നിന്നാണ് വരുന്നത്? ഡെസേർട്ട് റീജിയൻ, രാജസ്ഥാനിലെ ഡെസേർട്ട് അറിയാലോ, മരുഭൂമി. ഈ മരുഭൂമിയിൽ നിന്നും ഈ ഗംഗാ പ്ലെയിനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വിൻഡ് വീശുന്നത്. സോ ഇത് നടക്കുന്നത് എപ്പോഴാണ്? മന്ത് ഓഫ് മെയ് ആൻഡ് ജൂൺ. മെയ്, ജൂൺ സമയത്താണ് ഈ വിൻഡ് വീശുന്നത്. ഈ വിൻഡിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, ലൂ എന്ന് പറയുന്നത്. സോ അത് പഠിച്ചു വയ്ക്കുക. അത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും ചോദിക്കാൻ ഉറപ്പുണ്ട്. സോ ഡസ്റ്റ് സ്റ്റോംസ് ആർ വെരി കോമൺ. ഇനി ഇതുപോലെ കാണപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഡസ്റ്റ് സ്റ്റോമുകൾ എന്ന് പറയുന്നത്. കണ്ടല്ലോ. സോ ഈ ഡസ്റ്റ് സ്റ്റോംസ് ആക്ച്വലി ഇതിനൊരു ഗുണമുണ്ട്. ഈ ഡസ്റ്റ് സ്റ്റോംസ് കാരണം അവിടെ എന്ത് കിട്ടും, കുറച്ച് മഴയും കാര്യങ്ങളും എല്ലാം കിട്ടും. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ഡസ്റ്റ് വഴി എന്ത് ചെയ്യും, ഡസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വാട്ടർ വേപ്പറിന് അല്ലേ, നീരാവിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വാട്ടർ ഡ്രോപ്പ്ലെറ്റ് ആയിട്ട് മാറാനായിട്ട് അല്ലെങ്കിൽ വെള്ളത്തുള്ളികളായിട്ട് മാറാനായിട്ട് സഹായിക്കും ആര്, ഈ ഡസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം. അപ്പോൾ ഈ ഡസ്റ്റ് വിൻഡ് ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഡസ്റ്റ് സ്റ്റോമുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പഞ്ചാബ്, ഹരിയാന, ഈസ്റ്റേൺ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കുറച്ച് മഴ അല്ലേ, ചില മഴകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, അവർക്ക് കിട്ടുമെന്നുള്ളതാണ് ആകെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. മരുഭൂമിയിലെ മഴ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഇതേപോലെ തന്നെയാണ് ആ ഒരു കാര്യം. ഇനി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, അവിടെ ഒരു ചോദ്യമാണ്. ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഡിസ്റ്റൻസ് ഫ്രം ദ ഓഷ്യൻ കോൺട്രിബ്യൂട്ട്സ് ടു ദ എക്സസീവ് ഹീറ്റ് എക്സ്പീരിയൻസ് ഡ്യൂറിങ് ദ സമ്മർ ഇൻ ദീസ് റീജിയൻസ് അല്ലേ. ഇപ്പം നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നമുക്കറിയാം ഓഷ്യനിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഓഷ്യനിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് ചൂട് അനുഭവിക്കുന്നു എന്നും നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അതാണ് നമ്മൾ ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ പഠിച്ചത്. ഇറ്റ് ഈസ് ഫാർ അവേ ഫ്രം ദ ഓഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു കാര്യം പഠിച്ചില്ലേ. അപ്പോൾ ഇവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട്, അപ്പം ഞാൻ അതിൻ്റെ ഉത്തരം ഇപ്പം തന്നെ പറഞ്ഞു തരാം. സോ അവിടെ വേറൊന്നുമല്ല, അവിടെ എന്താണ്, വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്തിൻ്റെ അംശം കുറവായിരിക്കും, ഓഷ്യനൊന്നും അടുത്തില്ല. അപ്പം ആ ഒരു ഏരിയയിൽ മുഴുവൻ
മുഴുവൻ വെള്ളത്തിൻ്റെ അംശം കുറവായിരിക്കും. അപ്പോൾ ഒരുപാട് വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ഓഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ അതില്ല. അങ്ങനെ ഓഷന് പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്, ഈ ഓഷൻ ഒരുപാട് ചൂട് എന്ത് ചെയ്യും, വലിച്ചെടുക്കും. കാര്യം വെള്ളം ചൂട് വലിച്ചെടുക്കുകയും അതുപോലെ ഈ വെള്ളം തിളച്ച് മറിഞ്ഞ് കിടക്കില്ലേ, ആ സമയത്ത് ലാൻഡിലുള്ള കരയിലുള്ള വെള്ളം മുഴുവൻ ഓഷനിങ് എടുക്കുകയാണ്. ഈ കുറച്ച് കഴിയുന്ന സമയത്ത് ഇത് പയ്യെ എന്ത് ചെയ്യത്തുള്ളൂ, ചൂട് വിട്ടുകൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ഓഷൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എപ്പോഴും എന്താണ്, ചുട്ടുമറിഞ്ഞ് കിടക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ച ഈ ഒരു ഡ്രൈ വിൻഡായ ലൂ ഉണ്ടല്ലോ, ഈ ലൂ ആണ് മറ്റൊരു കാര്യം. ഈ ലൂ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് എപ്പോഴും ചൂട് കാറ്റ് കിട്ടി ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചുട്ട് പഴുത്ത് ഇരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഓഷൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ചൂട് കൂടാനായിട്ടുള്ള കാര്യം നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന എന്തിനെ പറ്റിയിട്ടാണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണെ പറ്റിയിട്ടാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്താണെന്ന് നോക്കാം. ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓവർ ദ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ ബൈ ദ മന്ത് ഓഫ് മാർച്ച് എ ലോ പ്രഷർ ഏരിയ ഈസ് ഡെവലപ്ഡ് ഓവർ ദിസ് റീജിയൻ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിടത്ത് ടെമ്പറേച്ചർ കൂടുന്തോറും അവിടുത്തെ പ്രഷർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെയും ഇതാണ്, ഇവിടെ വളരെയധികം ചുട്ടുപഴുത്ത് നിൽക്കുകയാണ്. അപ്പം ഇവിടുത്തെ ടെമ്പറേച്ചർ വളരെയധികം ഹൈ ആയിട്ട് നിൽക്കുകയാണ്. വളരെയധികം ഹൈ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ പ്രഷർ എന്താണ്, വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ലോ പ്രഷർ ഏരിയ എന്ത് ചെയ്യും, അട്രാക്ട്സ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. അതായത് വേറൊന്നുമില്ല, ഈ ലോ പ്രഷർ ഏരിയയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെന്ന് നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഈ ചൂട് കാറ്റായാലും തണുത്ത കാറ്റായാലും ഇവർ ഹൈ പ്രഷറിൽ നിൽക്കുന്ന ഒരു സ്ഥലത്തിൽ നിന്ന് ഈ കാറ്റ് എങ്ങോട്ട് പോകും, ലോ പ്രഷറിലോട്ടായിരിക്കും എപ്പോഴും പോകുന്നത്. സോ ഇവിടെ അതാണ് സംഭവിക്കുന്നത്. അതായത് ഇവിടെ ലോ പ്രഷർ ആയതുകൊണ്ട് തന്നെ ഈ ലോ പ്രഷർ ഏരിയ സൗത്ത് മൺസൂൺ വിൻഡുകളെ എന്ത് ചെയ്യും, ഇവരിങ്ങ് അട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ പിക്ചറാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഫിഗർ 2.17 നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ മഞ്ഞയായിട്ട് കൊടുത്തിരിക്കുന്നതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അവിടെ നമുക്കറിയാം ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണെന്നും പ്രഷർ കുറവാണെന്നും നമുക്കറിയാം. അങ്ങനെ ഈ കാറ്റുകൾ എന്ത് ചെയ്യുകയാണ്, ഈ കാറ്റ് അങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കാണ് സഞ്ചരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ മൺസൂൺ വിൻഡ്സ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൽ നിന്നും ഈ ഒരു വിൻഡ് എങ്ങോട്ട് പോവുകയാണ്, നേരെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലേക്കാണ് ഇത് കയറുന്നത്. അവിടെ ഇപ്പോൾ ലോ പ്രഷർ ഏരിയ ആയതുകൊണ്ട് തന്നെ. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറേബ്യൻ സീ ബ്രാഞ്ച് കണ്ടല്ലോ, അവിടെയും ഇതുപോലെ തന്നെ സംഭവിക്കുകയാണ്. അവിടുത്തെ കാറ്റുകൾ മുഴുവൻ ഈ ഒരു ലോ പ്രഷർ ഏരിയയിലേക്ക് എന്ത് ചെയ്യാണ്, സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണെ തന്നെ 2 ബ്രാഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അറേബ്യൻ ബ്രാഞ്ചും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൗത്ത് മൺസൂൺ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ വളരെയധികം ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഈ കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ യെല്ലോ ആയിട്ട് കൊടുക്കുന്ന നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ എന്ത് കുറവായിരിക്കും, പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറവായിരിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്നും അറേബ്യൻ ബ്രാഞ്ചുകളിൽ നിന്നും മൺസൂൺ വിൻഡുകൾ നേരെ എങ്ങോട്ടെത്തും, ഈ ലോ പ്രഷർ ഏരിയയിലേക്ക് എത്തുകയും ഇതിനെയാണ് നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ അല്ലെങ്കിൽ ആ ഒരു വിൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പക്ഷേ ഇത് കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. The Bay of Bengal branch entering the land through the Sundarban Delta region divides it into 2 sub-branches. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് മാത്രം ഇനി നോക്കിയാൽ മതി, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൻ്റെ ആരോസ് നേരെ പോയിട്ട് ഇത് 2 ബ്രാഞ്ചായിട്ട് പോകുന്നുണ്ട് അല്ലേ. ഒന്ന് ആസാം സിക്കിം അങ്ങോട്ടും, ഒന്ന് നമ്മളെ ലെഫ്റ്റ് എടുത്ത് ഡൽഹി ഹരിയാന ആ ഒരു പ്രദേശത്തോട്ടൊക്കെ പോകുന്നുണ്ട് കണ്ടല്ലോ. അപ്പം ഇങ്ങനെ 2 സബ് ബ്രാഞ്ചായിട്ടൊന്ന് മാറും. ഇതിൽ 1 ബ്രാഞ്ച് മൂവ്സ് ഈസ്റ്റ് വേർഡ് അല്ലേ. ഇത് ഒന്ന് എങ്ങോട്ട് പോവുകയാണ്, ഈസ്റ്റിലോട്ട് പോവുകയാണ്. എങ്ങോട്ടാണ്, ഈസ്റ്റിലാണ് ബ്രഹ്മപുത്ര പ്ലെയിൻ അല്ലേ. അപ്പോൾ അവിടെ ഈസ്റ്റിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇതെന്താണ്, ഈ കടലിൽ നിന്നും നീരാവികളെ എല്ലാം എടുത്തുകൊണ്ടാണ് പോകുന്നത് ഈ വിൻഡ്. ഈ നീരാവികളെ എല്ലാം നേരെ എടുത്തുകൊണ്ട് പോയി ബ്രഹ്മപുത്ര പ്ലെയിനിലേക്ക് വിടുകയും അവിടെ എന്ത് സംഭവിക്കുകയാണ്, നല്ല രീതിയിൽ മഴ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ മറ്റൊരു ബ്രാഞ്ചായിട്ടുള്ള എങ്ങോട്ട് പോകുന്നത്, വെസ്റ്റിലേക്ക് പോകുന്നത്. വെസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് അവർ പോകുന്നത്, ഗംഗാ പ്ലെയിനിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഗംഗാ പ്ലെയിനിലാണ് ഏതൊക്കെ സ്ഥലങ്ങളുള്ളത്, നമ്മുടെ ഉത്തർപ്രദേശ്, ഡൽഹി, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ ഈ ഒരു ഏരിയ. അപ്പം ഇവിടെയും കടലിൽ നിന്നും ഇവർ അന്തരീക്ഷത്തിൽ
വേഗത്തിൽ ഈ വാട്ടർ വേപ്പറൊക്കെ എടുത്തുകൊണ്ട് കടലിൽ നിന്നും പോയി നേരെ ഗംഗാ പ്ലെയിനിലേക്ക് പോവുകയും അവിടെ ഈ മൺസൂൺ വിൻഡുകൾ അവിടെയും എന്ത് ചെയ്യും, ഒരുപാട് മഴ കൊടുക്കുകയും ചെയ്യും. സോ ഇതാണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പഠിച്ചത് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ആണെങ്കിൽ ഇനി ഒന്നുകൂടെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിലെ എവിടെ വീണ്ടും തിരിച്ചു വരിക, എവിടെ വരിക, ഗംഗാ പ്ലെയിനിൻ്റെ അവിടെയുള്ള ഉത്തർപ്രദേശ്, ഡൽഹി ആ ഒരു ആരോസ് നോക്കുക. ഈ ഒരു ആരോ എവിടെയാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്? അറേബ്യൻ സീ ബ്രാഞ്ചും നമ്മുടെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൻ്റെ ഒരു ബ്രാഞ്ചും കൂടെ തമ്മിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്, ജോയിൻ ചെയ്യാൻ പോവുകയാണ് അല്ലേ. ഇത് ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചാബ് പ്ലെയിനിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവർ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഈ അറേബ്യൻ ബ്രാഞ്ച് ആക്ച്വലി അവർ മൂവ് ചെയ്യുന്നത് ആരവല്ലി മൗണ്ടൻസിന് പാരലലായിട്ടാണ്. ആരവല്ലി മൗണ്ടൻസിൻ്റെ പാരലലായിട്ടാണ് ഇവർ മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ദെൻ ബ്രിങ്സ് റെയിൻ ടു ദ ഫുഡ് ഹിൽസ് ഓഫ് ദ വെസ്റ്റേൺ ഹിമാലയാസ് അല്ലേ. അപ്പോൾ അറേബ്യൻ സീ ബ്രാഞ്ചും കടലിൽ നിന്നും നീരാവിയൊക്കെ എടുത്തുകൊണ്ട് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? വെസ്റ്റേൺ ഹിമാലയാസിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഈ വെസ്റ്റേൺ ഹിമാലയാസിൻ്റെ ഫുഡ് ഹിൽസിൽ, അതായത് അതിൻ്റെ തുടക്കം അല്ലേ, ഫുഡ് ഹിൽസ് എന്ന് വെച്ചാൽ അതിൻ്റെ തുടക്കത്തിൽ മഴ ഒരുപാട് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം അറേബ്യൻ ബ്രാഞ്ച് ആണ്. സോ ഈ ഒരു സീസൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോഴാണ്? ജൂൺ ടു സെപ്റ്റംബർ അല്ലേ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് എന്തെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ കാലം എന്ന് പറയാൻ പറ്റുന്നത്. ഇവിടെ ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഏറ്റവും കൂടുതലും റെയിൻ ലഭിക്കുന്ന ഒരു കാലമെന്ന് പറയുന്നതും ഈ ഒരു സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ജൂൺ സെപ്റ്റംബർ കാലഘട്ടത്താണെന്ന് നമുക്ക് പറയാം. അതിൻ്റെ കൂടെ ഒരു ചോദ്യമുണ്ട്. ദ റെയിൻഫോൾ റിസീവ്ഡ് ഇൻ രാജസ്ഥാൻ ഫ്രം ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈസ് വെരി സ്കാൻറ്റി. സ്കാൻറ്റി എന്ന് പറയുമ്പോൾ കുറവ് എന്നുള്ള രീതിയിലാണ്. കാര്യം ഈ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂൺ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം മഴ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഈ രാജസ്ഥാനിൽ മഴ അത്രത്തോളം ലഭിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദ്യം. അത് വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞു തന്നില്ല, ആരവല്ലി മൗണ്ടൻസ്. ഈ ആരവല്ലി മൗണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ആരവല്ലി മൗണ്ടൻസ് അവിടെ എന്തായി നിൽക്കും? അതൊരു തടസ്സമായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുകൾ അധികമായിട്ട് എങ്ങോട്ട് കയറത്തില്ല? രാജസ്ഥാനിലേക്ക് കയറത്തില്ല. അപ്പോൾ രാജസ്ഥാനിലേക്ക് കയറാത്തത് കൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് മഴ അത്രത്തോളം ലഭിക്കത്തില്ല. സോ അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഇനി നേരെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്ന് പറയാം. അത് എന്താണ്? അവിടെ നിന്നും ഓപ്പോസിറ്റായിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്താണെന്ന് നോക്കിയേ. ദ ലോ പ്രഷർ ഏരിയ ദാറ്റ് പ്രിവെയിൽസ് ഓവർ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ സ്റ്റാർട്ട്സ് മൂവിങ് സൗത്ത് വേർഡ് ഇൻ റെസ്പോൺസ് ടു ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ ടുവേർഡ്സ് ദ സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഈ നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ലോ പ്രഷർ ഏരിയയൊക്കെ ആയിരുന്നു എന്നറിയാം. അങ്ങനെ ഒരുപാട് വിൻഡും കാര്യങ്ങളും എല്ലാം വന്നു. ഈ ഒരു ലോ പ്രഷർ ഏരിയയിൽ നിന്നും ഈ ലോ പ്രഷർ ഏരിയ എങ്ങോട്ട് മൂവ് ചെയ്യും? താഴേക്ക് മൂവ് ചെയ്യും. നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതെന്താണ്? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നിന്ന് താഴേക്ക് വരുന്നതല്ലേ. അപ്പോൾ അത് വിൻഡിൻ്റെ ഡയറക്ഷനാണ്. അതുപോലെ തന്നെ പ്രഷർ എന്ത് ചെയ്യാണ്? താഴേക്ക് വരികയാണ്. ഈ താഴേക്ക് വരാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്താണ്? സൂര്യൻ്റെ മൂവ്മെൻ്റ് ആണ്. സൂര്യൻ എവിടുന്ന്? നോർത്തിൽ നിന്നും സൗത്തിലേക്ക് മൂവ് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു ലോ പ്രഷർ ഏരിയയും കൂടെ എന്ത് ചെയ്യും? താഴേക്ക് മൂവ് ചെയ്യും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ. റിട്രീറ്റിംഗ് എന്ന് പറയുന്ന വാക്കെന്ന് വെച്ചാൽ അതാണ് പിൻവാങ്ങുക എന്നൊക്കെയുള്ള രീതിയിൽ അല്ലേ. നേരത്തെ അങ്ങോട്ട് പോയവരെല്ലാവരും എങ്ങോട്ട് വരികയാണ്? തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു സീസൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഡ്യൂ ടു ഹൈ പ്രഷർ ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ദ വിൻഡ് സ്റ്റാർട്ട്സ് ബ്ലോയിങ് ഫ്രം ഹിയർ ടു ദ ഇന്ത്യൻ ഓഷൻ അല്ലേ. നമുക്ക് മനസ്സിലായി ലോ പ്രഷർ ആയിട്ടുള്ള ഏരിയ ഇപ്പം നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നിന്ന് താഴോട്ട് വരികയാണ്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ഇപ്പം നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ എന്തായിരിക്കും? വളരെ ഹൈ പ്രഷർ ആയിരിക്കും. അങ്ങനെ ഹൈ പ്രഷറായിട്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ വിൻഡുകൾ നേരെ എങ്ങോട്ട് പോവും? താഴെയല്ലേ ഇപ്പോൾ ലോ പ്രഷർ, നേരെ താഴോട്ട് പോവും. അതാണ് പറയുന്നത് ഈ മേളിൽ നിന്നും അവിടെ ഹൈ പ്രഷറാണ്. ആ ഹൈ പ്രഷർ ആയതുകൊണ്ട് തന്നെ വിൻഡുകളെല്ലാം എങ്ങോട്ട് പോവുകയാണ്? ഇന്ത്യൻ ഓഷനിലോട്ട് അല്ലെ ബേ ഓഫ് ബംഗാൾ ആ ഒരു റൂട്ട് വഴി എന്ത് ചെയ്യാണ്? താഴോട്ട് അവർ പോവുകയാണ്. ദീസ് മോയ്സ്ചർ ലെസ് വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദ നോർത്ത് ഈസ്റ്റ് ദിസ് സീസൺ ഈസ് കോൾഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ അല്ലേ. അപ്പം പ്രത്യേകിച്ച് മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ അവിടെ കടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ കാറ്റിന് എന്തില്ല? മോയ്സ്ചർ ഇല്ല, വെള്ളത്തിൻ്റെ അംശമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മോയ്സ്ചർ, വെള്ളത്തിൻ്റെ അംശമില്ലാത്ത വിൻഡുകൾ നോർത്ത് ഈസ്റ്റിൽ നിന്നും ഒഴുകി വരുന്ന ഈ വിൻഡുകളെയാണ് നമുക്ക് എന്തെന്ന് പറയാം? ഈ ഒരു നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്ന് നമുക്ക് വിളിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണ് ഒക്ടോബർ ഹീറ്റ്? കണ്ടീഷൻസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ദ വെദർ ബിക്കംസ് റാദർ ഒപ്രസീവ്. ദിസ് ഫിനോമിന ഈസ് കോമൺലി നോൺ ആസ് ഒക്ടോബർ ഹീറ്റ്. അപ്പോൾ ഒക്ടോബർ ഹീറ്റ് എന്ന് വെച്ചാൽ വളരെയധികം ചൂടാണ് ആ ഒരു കാലഘട്ടത്ത്.
ഹൈ ടെമ്പറേച്ചറാണ്. അതുപോലെ അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി അല്ലേ, ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം. ഇവിടെ എന്താണ്, വെള്ളത്തിൻ്റെ അംശം ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു മോയ്സ്ചറോ ഒന്നുമില്ല, അവിടെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഈ വിൻഡിനകത്തില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാലാവസ്ഥ വെതർ എങ്ങനെയാവും, വളരെ ഒപ്രസീവ് എന്ന് വെച്ചാൽ വളരെ ചൂടും നമുക്ക് സഹിക്കാൻ പറ്റാതെ അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ചൂടുമായിട്ട് മാറുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒക്ടോബർ ഹീറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഇത്രയും മതി. കാര്യം ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഈ ഒരു നോർത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ആയാലും സൗത്ത് വെസ്റ്റ് ആയാലും ഇതിൻ്റെ കണ്ടിന്യൂഷനൊക്കെ നിങ്ങൾ 10th പഠിക്കും. സോ നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഞാൻ ഉടനെ തന്നെ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കാം. സോ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ അപ്പം തന്നെ അതിൻ്റെ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് ആ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ളൊരു പവർ വരുന്നത്. ഓക്കെ, സോ എന്തായാലും അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ, സീ യു.